മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഡോക്ടർ അവരോട് സംസാരിക്കാൻ തയ്യാറായത്. അരികിൽ ചേർത്ത് നിർത്തേണ്ട നേരത്തൊന്നും അതിന് കഴിഞ്ഞില്ല എങ്കിലും അവനോളം പ്രിയപ്പെട്ടതൊന്നും ഈ ഭൂമിയിലില്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തിലായിരുന്നു അവൻ്റെ അമ്മ വത്സല. ആക്സിഡൻ്റ് ആയെന്നറിഞ്ഞ നിമിഷം തൊട്ട് അവന് വേണ്ടി വിളിക്കാത്ത ദൈവങ്ങളില്ല. അത് അറിഞ്ഞപ്പോൾ വീണു പോയതാണ് അച്ചമ്മ. സ്ട്രോക്കായിരുന്നു. അവർക്കും ദേവൻ എത്ര പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലായ നിമിഷമായിരുന്നു അത്. പാർവതി അങ്ങനെയിരുന്നു. ജീവിച്ചു പോലും തുടങ്ങിയിട്ടില്ലാത്ത അവളുടെ സ്വപ്നങ്ങൾ അങ്ങനെ അവളെ നോക്കി ചിരിച്ചു കാണിച്ചു. ദേവൻ്റെ അച്ഛൻ വരൂ. ശങ്കർ എഴുന്നേറ്റ് അവർക്കൊപ്പം നടന്നു. കൂടെ ബാലചന്ദ്രനും. ദേവൻ ഇപ്പോൾ ഓക്കെയാണ്. എന്നുവെച്ചാൽ അപകടനില തരണം ചെയ്തു. അറിയാമല്ലോ, ബോധം വീണിട്ടേയുള്ളൂ. നിലവിൽ ഒരു കാലും ഒരു കൈയും ഒടിഞ്ഞിട്ടുണ്ട്. നട്ടെല്ലിന് കാര്യമായ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം നമുക്ക് മാറ്റാവുന്നതേയുള്ളൂ. ഒരു മാസം ഇവിടെ കിടക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. കൈയിലെയും കാലിലെയും പ്ലാസ്റ്റർ മാറ്റിയിട്ട് വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. പക്ഷേ അവൻ എഴുന്നേക്കില്ലേ ഡോക്ടർ? ഉണ്ട്, കാര്യമായ പ്രശ്നമുണ്ട്. ബാക്ക് ബോൺ. എന്തായാലും ഒരു മാസം കഴിഞ്ഞാൽ അതിന് വേണ്ടത് ചെയ്യാം. ഓക്കെ ഡോക്ടർ. പിന്നെ മിസ്റ്റർ ശങ്കർ, അയാൾ അവരെ നോക്കി. തൽക്കാലം ദേവനിപ്പോൾ വേറെ ഷോക്കൊന്നും കൊടുക്കരുത്. പറഞ്ഞല്ലോ, അച്ചമ്മ സ്ട്രോക്കായ കാര്യം. അതൊന്നും അയാളെ ഇപ്പോൾ അറിയിക്കണ്ട. ശരി ഡോക്ടർ. അവർ എഴുന്നേറ്റു. അച്ഛൻ വരുന്നത് കണ്ടപ്പോൾ പാർവതി എഴുന്നേറ്റു. കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ അയാൾ പറഞ്ഞു. പേടിക്കാൻ ഒന്നുമില്ല എന്നറിഞ്ഞത് ആശ്വാസമാണ്. പാറു, ഒന്നിങ്ങ് വന്നേ, ഒരു കാര്യം പറയട്ടെ. അവൾ അമ്മയെ ഒന്ന് നോക്കിയിട്ട് അച്ഛൻ്റെ ഒപ്പം നടന്നു. അവർക്കായി എടുത്ത റൂമിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ടു. അവൾ ഭയന്ന് വിറച്ചു. ചോദിക്കും മുന്നേ കവിളടിച്ച് ഒരു അടിയായിരുന്നു. നീ എന്തിനാ എന്നോട് ചോദിക്കാതെ USA പോയത്? അവൾ മിണ്ടിയില്ല. ഞാൻ അറിയില്ല എന്ന് കരുതിയോ നീ? സത്യമാണ്, അറിയില്ല എന്ന് കരുതി. പക്ഷേ പുറത്തേക്ക് വന്നില്ല വാക്കുകൾ. നീ ദേവനോട് എന്തേലും പറഞ്ഞോ? ഇല്ല. പിന്നെ എങ്ങനെ ഈ ആക്സിഡൻ്റ് ഉണ്ടായി? അറിയില്ല. കള്ളം. ആ ഡ്രൈവർ പറഞ്ഞത് അവൻ മനഃപൂർവ്വം വന്നിട്ട് കയറി കൊടുക്കുകയായിരുന്നു എന്നാ. അവളൊന്ന് ഞെട്ടി. താൻ കാരണമാണോ? അറിയാം, ദേവേട്ടന് തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. ആ മനസ്സ് നിറച്ചും മറ്റൊരുവളാണെന്ന്. അന്ന് ഞങ്ങളുടെ ശാന്തി മുഹൂർത്തമായിരുന്നു. എത്ര സന്തോഷത്തോടെയായിരുന്നു നോക്കിയിരുന്നത്. പക്ഷേ കേട്ട വാർത്ത. പാർവതി, അവൾ ഞെട്ടി. ഞാൻ ചോദിച്ചത് നീ കേട്ടോ? അവൾ ഇല്ലെന്ന് തലയാട്ടി. നിന്റെ മറ്റവനെ കാണാൻ പോയതാണോന്ന്? അതെ, കാണാൻ പോയത് തന്നെ. ഒരടി കൂടെ വീണു. അവനെ തീർക്കും ഞാൻ. അതിന് അച്ഛന് വിചാരിച്ചാൽ കഴിയില്ല. എനിക്കവനെയാണ് ഇഷ്ടം. മുന്നേ പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ നിർബന്ധിച്ച് എന്നെക്കൊണ്ട്? പാവം ദേവേട്ടൻ. നിന്നെക്കൊണ്ട് എന്തിനാ ചെയ്യിപ്പിച്ചതെന്ന് ചോദിച്ചാൽ നീ എൻ്റെ കൺമുന്നിൽ ഉണ്ടാകാൻ, നിനക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ. ഇതെനിക്ക് ഇഷ്ടമല്ല അച്ഛാ. എത്ര വട്ടം പറഞ്ഞതാണ്. കൂടുതലൊന്നും പറയുന്നില്ല. നീയും ഞാനും അല്ലാതെ മറ്റൊരാൾ ഇതറിഞ്ഞാൽ കൊല്ലും ഞാൻ. നിന്നെയല്ല. അവളൊന്ന് പകച്ചു. നിന്റെ അനിയത്തിയെ. നീരു. വാതിൽ തുറന്ന് അയാൾ പോകുമ്പോൾ കണ്ണുകൾ അങ്ങനെ നിറഞ്ഞൊഴുകിയിരുന്നു അവളുടെ. അവൻ അവിടെ ആയിരിക്കുമ്പോൾ പ്രണയമായിരുന്നു അവനോട്. എല്ലാം പങ്കിടാൻ മാത്രം വളർന്ന പ്രണയം. പക്ഷേ അച്ഛനതറിഞ്ഞു. നിന്റെ അമ്മയെ കെട്ടിയത് അവിടുത്തെ സ്വത്ത് കണ്ടിട്ട് തന്നെയാണെന്ന്. നീ കൂടെ അവരുടെ മരുമകളായാൽ പിന്നെ ഞാൻ ആരാ? അതുകൊണ്ട് പൊന്നുമോളെ, ഇവിടെ ഉള്ളതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് വന്നോ എനിക്കൊപ്പം. ദേവനെ വിവാഹം കഴിക്കാൻ. അച്ഛാ, പ്ലീസ് അച്ഛാ. ദേവേട്ടനെ വിവാഹം കഴിക്കാൻ എനിക്കാവില്ല. ഞാൻ അത്ര പരിശുദ്ധയൊന്നുമല്ല. നീ? അയാളൊന്ന് പുച്ഛിച്ചു. അല്ലെങ്കിൽ വേണ്ട. അച്ഛാ, എന്നെക്കൊണ്ട് കഴിയില്ല. വേണ്ട. പക്ഷേ നിന്റെ അനിയത്തി ഉണ്ടല്ലോ, അവളെ അങ്ങോട്ടേക്ക് മറന്നുകളാ. അവളെ വേണമെന്ന് ഇവിടെ മേഡം ഇന്നലെ കൂടെ പറഞ്ഞതാണ്. അവളൊന്ന് ഭയന്നു. ആ ഭയമാണ് ഈ വിവാഹത്തിൽ വന്ന് നിൽക്കുന്നത്. അവൾ തളർന്ന് അങ്ങനെയിരുന്നു. ഫോൺ പിടിച്ച് ദീപ്തി അങ്ങനെയിരുന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഡി, കരയാതെ. അവൻ ഓക്കെയാണ്. ഒരു മാസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പഴയ ദേവനാകും. എന്നാലും ഏട്ടാ, അന്ന് വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ. അവൻ എന്ന് വിളിച്ചു? ആക്സിഡൻ്റ് ആകുന്നതിന് മുന്നേ. എന്താ പറഞ്ഞേ? ആർദ്രയെ ചോദിച്ച് വിളിച്ചതാണ്. ഞാൻ പറഞ്ഞു ഇവിടെയില്ല, എഡ്വിൻ സാറിൻ്റെ കൂടെയാണെന്ന്. ഓ ഷീറ്റ്. അവൻ മുടിയിഴയിലേക്ക് വിരൽ കടത്തി വലിച്ചു. എന്താ ഏട്ടാ? അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോൺ നമ്പർ മാറ്റിയെന്ന് തോന്നുന്നു. ഏട്ടന് എന്തേലും ബന്ധമുണ്ടോ ആർദ്ര പോയതിൽ? അവനൊന്ന് ഞെട്ടി പുറത്തേക്ക് കാണിച്ചില്ല. എന്തേ നീ അങ്ങനെ ചോദിച്ചേ? ദേവൻ പറഞ്ഞു. എന്ത് പറഞ്ഞൂന്ന്? നിന്റെ ഏട്ടന് അതിലെന്താ ലാഭമെന്ന്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ പുറത്തേക്ക് പറഞ്ഞില്ല. താനും സ്വാർത്ഥനാവുകയാണ്. ക്ഷമിച്ചേക്ക് ദേവാ. ഇല്ല ദീപ്തി, എനിക്കറിയില്ല. അവളുടെ ഇഷ്ടത്തിനാണ് പോയത്. ഇനി ദേവനെ കാണാൻ വയ്യ എന്ന് പറഞ്ഞു. ചോദിച്ചതാ ഏട്ടാ. അവൾ എന്തായാലും വിളിക്കാതെ ഇരിക്കില്ല. വെറുതെ ഒന്ന് മൂളി അവൻ. നമുക്കൊന്ന് പോണ്ടേ? എങ്ങനെ പോകും? അവർ കണ്ടാൽ അവസ്ഥ അറിയാലോ. എന്നാലും ഏട്ടാ, അവനൊന്ന് ഓക്കെ ആവട്ടെ, നമുക്ക് പോകാം. അപ്പു, എവിടെ മാമ? അകത്തുണ്ട്. എനിക്കൊന്ന് കാണാൻ. പോയി കണ്ടോ? അവളുടെ മുറിയിൽ കാണും.
അല്പം പതർച്ചയോടെ അങ്ങോട്ടേക്ക് കയറി ചെന്നു. അപ്പു ഡോറിലൊന്ന് മുട്ടി. മുഖമുയർത്തി തുടച്ച് അവൾ വാതിൽ തുറന്നു. എണ്ണയില്ലാതെ പാറിപ്പറന്ന മുടിയിഴകൾ. കണ്ണുകൾ എഴുതിയിട്ട് ദിവസങ്ങളായി കാണും. ആകെ ക്ഷീണിച്ചുപോയി. മുഖത്തെ ആ തെളിച്ചം അങ്ങനെ കെട്ടു. എന്താ അപ്പു ഇത്? ഒരാഴ്ച ആയില്ലേ ഇങ്ങനെ ഇതിനുള്ളിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്? അവൾ മിണ്ടിയില്ല. കണ്ണുകൾ നിറഞ്ഞങ്ങനെ ഒഴുകി. വാ, നമുക്കൊന്ന് പുറത്തു പോകാം. ഞാനില്ല ശ്രീ. വാടി. നീ ആർക്ക് വേണ്ടിയാ ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കുന്നേ? മിണ്ടിയില്ല. നോക്ക്, അവൻ എത്ര ഹാപ്പിയാണെന്നറിയാമോ? കഴിഞ്ഞ മാസം കൂടെ കണ്ടതാണ് അവളുമായി കറങ്ങാൻ പോകുന്നത്. കണ്ണുകൾ തുടച്ചു കളഞ്ഞവൾ. അപ്പു, അയാളെ കാണിക്കാനെങ്കിലും വാടാ. നിന്നെ വേണ്ടാത്ത ഒരാൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്ന് ഓർക്കാത്തതെന്താ? ശ്രീയേട്ടാ, വാ, പുറത്തു പോകാം. നിന്നോട് സംസാരിക്കാനുണ്ട്. ഞാൻ താഴെ കാണും. അവൻ താഴേക്കിറങ്ങിയപ്പോൾ കണ്ണുകൾ അമർത്തി തുടച്ച് അവൾ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു. അതുപോലെ ഒരു കണ്ണാടിക്ക് മുന്നിൽ വെച്ചാണ് ആ കണ്ണുകൾ പ്രണയം താൻ കണ്ടത്. അപ്പു നഗ്നമായ കഴുത്തിൽ അമർത്തി ചുംബിച്ചു. പോവാണോ? പോകണ്ട, ഇന്ന് ഇവിടെ നിന്നൂടെ? നിന്നിട്ട് നമുക്ക് സ്നേഹിക്കാം. എത്ര കാലം? ജീവനുള്ളിടത്തോളം, ജീവിതമുള്ളിടത്തോളം. ഒന്ന് തിരിഞ്ഞു നോക്കി. അവൻ്റെ കണ്ണുകൾ അവളെ തന്നെ നോക്കി നിന്നു. എന്നെ ഇഷ്ടമാണോ സാറിന്? വലങ്കൈ എടുപ്പിലൊന്ന് മുറുക്കി. അടുത്തേക്ക് വലിച്ചിട്ട് ചേർത്ത് ചുണ്ടുകൾ നുകർന്നെടുത്തു. ഇഷ്ടമായിരുന്നു. ആ എഡ്വിൻ സാറിന് തന്നെ ഇഷ്ടമായിരുന്നു. പിന്നെ എപ്പോഴാ എന്നെ വേണ്ടെന്ന് തോന്നിയത്? ആർദ്ര അവൾ വന്നപ്പോഴോ? അപ്പോൾ അത്ര ഇഷ്ടമേ ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും നിറഞ്ഞൊഴുകിയ കണ്ണുനീർ അവൾ തുടച്ചെടുത്തു. അപ്പോൾ ശ്രീ എന്താ പറഞ്ഞു വരുന്നേ? അച്ഛനോടും അമ്മയോടും സംസാരത്തിലായിരുന്നു ശ്രീ അപ്പോൾ. എനിക്ക് അവളെ ഇഷ്ടമാണ് മാമ. അവളോട് ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ഇതുവരെ. എനിക്ക് ഇഷ്ടമാണ് മോനെ. പക്ഷേ ഞാൻ ഇന്ന് പറയാം. അതിനാ പുറത്തു പോകുന്നേ. എന്നിട്ട് പറഞ്ഞാൽ മതി അവളോട്. നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. അവൾ വരുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് സംസാരം അങ്ങനെ നിർത്തി. അമ്മായി എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അവൾ പറയും പോലെ ചെയ്യാം ശ്രീ. അവൾ അമ്മയെ ഒന്ന് നോക്കി. പോകാം അപ്പു. ആരോടും പറയാതെ അവനോടൊപ്പം ഇറങ്ങി നടന്നു. ബർഗർ ഓർഡർ ചെയ്തിരിക്കുകയാണ് ആർദ്രയും എഡ്വിനും. ഒപ്പം വാങ്ങിവെച്ച ജ്യൂസും അവൾ അല്പം എടുത്തു കുടിച്ചു. വിശക്കുന്നുണ്ടോ? വാവയ്ക്കാണോ അമ്മയ്ക്കാണോ? രണ്ടാൾക്കും. അവനൊന്ന് തലയാട്ടി നോക്കിയത് അപ്പുറത്തെ സീറ്റിലേക്കാണ്. അപ്പു അല്ലേ അത്? ശ്രീക്കൊപ്പം. അവളെ കണ്ടതും നഷ്ടപ്പെട്ടതെന്തോ തിരിച്ചു കിട്ടിയ പോലെ ഒരു തോന്നൽ. അവരുടെയും തങ്ങളുടെയും പ്ലേറ്റ് ഒരേ സമയമാണ് വന്നത്. ആർദ്ര, ഞാൻ ഇപ്പോൾ വരാം. അഥവാ അങ്ങോട്ട് വിളിച്ചാൽ വരണം കേട്ടോ. ശരി സാർ. അവൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് അവൾ തിരിഞ്ഞു നോക്കി. അപർണ. അപ്പോഴേ തോന്നിയിരുന്നു അപർണയോട് അങ്ങനെയൊരു ഇഷ്ടമുണ്ടെന്ന്. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണെന്ന്. ദേവൻ സാർ അങ്ങനെയായിരുന്നോ? അല്ല, എൻ്റെ ജയ് ഒരു പാവമായിരുന്നു. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരാൾ. അവൻ ചെന്ന് അടുത്തിരുന്നതും അപർണയുടെ മുഖം വിളറി. പ്രതീക്ഷിച്ചില്ല ഈ വരവ് ഒട്ടും. അവളൊന്നും ചുറ്റും നോക്കി. ആർദ്രയെ കണ്ട് മുഖം വാടി. അറിയാമായിരുന്നു അവൾ ഒപ്പം കാണുമെന്ന്. കഴിക്കുന്നില്ലേ? മിണ്ടിയില്ല. കത്തിയെടുത്ത് ബർഗർ രണ്ടായി മുറിച്ചു വെച്ചു. അവൾ അങ്ങനെയാണ് കഴിക്കുക പതിവ്. അരികെ തന്നെ നോക്കിയിരിക്കുന്നവനെ കാണെ ദേഷ്യവും സങ്കടവുമൊക്കെ വരുന്നുണ്ട് അവൾക്ക്. അവളെ കാണെ അവനും വിഷമം വന്നുപോയി. ഇങ്ങനെ കണ്ടിട്ടേയില്ല. മുഖം ആകെ വിളറി. ഒരു മേക്കപ്പ് ഇല്ലാതെ. ഒരു പൊട്ട് മാത്രമുണ്ട്. ഇതെന്താ ഇങ്ങനെ? ചിതറിക്കിടക്കുന്ന മുടിയിഴ അവൻ അവളുടെ ചെവിക്കരികിലേക്ക് നീക്കിവെച്ചു. സ്ത്രീക്ക് അത് കാണി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൻ്റെ തിരസ്കാരം ഒന്നു മാത്രമാണ് അവളുടെ ഈ സങ്കടമെന്ന് അയാൾക്കും അറിയാവുന്നതാണ്. എന്നിട്ടാണ് ഈ നാടകം. എന്തു പറ്റിയെന്ന് ഒന്നും പറയാനും വയ്യ. അന്ന് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അവൻ കാരണമാണ്. മറക്കാൻ പാടില്ല. കവിളിൽ തഴുകിയ കൈകൾ അവൾ പതിയെ മാറ്റിക്കളഞ്ഞു. ഒന്ന് നോക്കിയിട്ട് അവൻ പിന്തിരിഞ്ഞു. ആർദ്ര, കം. അത് കേൾക്കാൻ കാത്തിരിക്കുന്നത് പോലെ അവൾ പ്ലേറ്റുമായി എഴുന്നേറ്റു. ഇരിക്കടോ. അവന് ഓപ്പോസിറ്റായി അപർണയ്ക്ക് അരികിലായി അവൾ ഇരുന്നു. കഴിക്കാർദ്ര. വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതത്തോടെ എടുത്ത് കഴിച്ചു തുടങ്ങി. അപർണയ്ക്ക് കഴിച്ചിട്ട് തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്ന് തോന്നി. സങ്കടം, ദേഷ്യമായി, വാശിയായി. അല്പം സ്പൈസി ആയത് അങ്ങനെ ഇരുന്ന് കഴിച്ചവൾ. ആദ്യം കഴിച്ചു കഴിഞ്ഞതും അവളുടേതാണ്. ശ്രീ, ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. അവൾ എഴുന്നേറ്റ ഉടനെ എഡ്വിൻ എഴുന്നേറ്റു. വാഷ്റൂമിലേക്ക് അവൾക്കൊപ്പം ഓടിച്ചെന്ന് നിന്നു. ദേഷ്യ എന്നോട്? മിണ്ടിയില്ല. അപ്പു. കണ്ണുകൾ നിറഞ്ഞത് അവൾ തുടച്ചു കളഞ്ഞു. പിറകിൽ നിന്നവൻ അവളെ തിരിച്ചു നിർത്തി. നിറഞ്ഞൊഴുകിയ മിഴികൾ പതിയെ തുടച്ചു. ഞാൻ കാരണമാണോ? മിണ്ടാതെ അങ്ങനെ നോക്കി നിന്നതേയുള്ളൂ. ആ ചുണ്ടുകളിൽ ഒന്ന് ഉമ്മ വയ്ക്കാൻ കൊതിച്ചുപോയി. പക്ഷേ വേണ്ട. മറ്റൊരുവളെ ചുംബിച്ചു പോയല്ലോ. തെറ്റ്. അറിഞ്ഞുകൊണ്ട് നീ ഒരിക്കലും അത് അംഗീകരിച്ചു തരില്ല. ഒന്ന് മുറുകെ പുണർന്നു. സോറി. പിന്നെ അവളിൽ നിന്നും അടർന്നു മാറി നടന്നു പുറത്തേക്ക്. പൊട്ടി വന്ന കരച്ചിൽ. മുഖത്തേക്ക് വെള്ളം വാരിയൊഴിച്ചവൾ. അതോടൊപ്പം കണ്ണുനീരും അങ്ങനെ ഒഴുകിയിറങ്ങി. വേദനിപ്പിക്കാൻ വേണ്ടി മാത്രം. ആ കൺമുന്നിൽ പെടരുത് എന്ന് ആഗ്രഹിച്ചിട്ടും വീണ്ടും വീണ്ടും.
അപ്പു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. ശ്രീയാണ്. അവർ പോയി. ഞാൻ എന്താ നിന്നോട് പറയാ? സത്യം പറഞ്ഞാൽ നിന്നെ പ്രപ്പോസ് ചെയ്യാനാണ് ഞാൻ വന്നത് തന്നെ. എന്നിട്ട് വേണ്ട ശ്രീയേട്ടാ, പ്ലീസ് എന്നെ വിട്ടേക്ക്. ഇപ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. അതും കൂടെ ഇല്ലാതാക്കല്ലേ. അവനൊന്ന് ഞെട്ടി. ഇല്ല സോറി, ഞാൻ അത് വിട്ടു. അച്ഛനോടും അമ്മയോടും പറഞ്ഞതോ? അതും മറക്കാം. പക്ഷേ നീ ഇങ്ങനെ അവനെ ഓർത്ത് സങ്കടപ്പെടല്ലേ എന്ന് എനിക്ക് വാക്ക് തരണം. പറ്റില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും അവൾ അവൻ്റെ കയ്യിലേക്ക് തൻ്റെ കൈ ചേർത്ത് വെച്ചു. ഗുഹ പോലെ തോന്നുന്ന ഒരു സ്ഥലം. ഇരുട്ട് മാത്രം നിറഞ്ഞു നിന്നു. അവൻ അവിടെ എല്ലായിടവും നോക്കി. അങ്ങ് ദൂരെ തന്നെ നോക്കി നിൽക്കുന്നവർക്ക് ആർദ്രയുടെ ഛായയാണെന്ന് തോന്നി. പക്ഷേ അവർക്കരികിലേക്ക് പോകാനാകുന്നില്ല. എത്ര ഓടിയിട്ടും അരികിലെത്താനാകാതെ അവൻ കിതച്ചുകൊണ്ട് എഴുന്നേറ്റു. ആരു ശബ്ദം കേട്ട് നേഴ്സ് ഓടി വന്നു. ഉടനെ ഡോക്ടർക്ക് ഫോൺ ചെയ്തു. ഡോക്ടർ പെട്ടെന്ന് തന്നെ എത്തിയിരുന്നു. ജയദേവൻ. അവൻ കണ്ണുകൾ തുറന്നു. ഓക്കെ ആണോ? അതെ ഡോക്ടർ. എന്തൊക്കെയാ ഉണ്ടായത് എന്ന് ഓർമ്മയുണ്ടോ? ഉണ്ട് ഡോക്ടർ. ആക്സിഡൻറ്റ്. എനിക്ക് ഓർമ്മയുണ്ട്. സമാധാനം. ഞാൻ കരുതി ഓർമ്മയുണ്ടാകില്ലെന്ന്. ഇപ്പോൾ ഓക്കെ ആണോ താങ്കൾ? ഞാനിവിടെ എത്ര നാൾ കിടക്കണം ഡോക്ടർ? എന്തായാലും 1 മാസം വേണ്ടിവരും ദേവൻ. 1 മാസം. അവനൊന്ന് നിശ്വസിച്ചു. ഒന്നും ചെയ്യാൻ കഴിയാത്തവൻ്റെ വിഷമം ആ വാക്കുകളിലുണ്ടായിരുന്നു. എങ്കിൽ ഓക്കെ, ദേവൻ റെസ്റ്റ് ചെയ്യൂ. നിങ്ങളെ കാണാൻ ഭാര്യ കാത്തിരിപ്പുണ്ട്. വരാൻ പറയട്ടെ? പാർവതി അച്ഛമ്മയുടെ കാര്യം തൽക്കാലം ദേവൻ അറിയണ്ട. ഇല്ല ഡോക്ടർ. ശരി, ചെന്നോളൂ. അവൾ അകത്തേക്ക് നടന്നു. ദേവേട്ടൻ ആകെ ക്ഷീണിച്ചു. കണ്ണുകൾക്ക് താഴെ കറുപ്പ് നിറം. മുഖത്ത് കറുപ്പുരാശി വീണിരിക്കുന്നു. നിറയെ വയറുകൾ. പ്ലാസ്റ്റർ. ദേവേട്ടാ, അവനോട് സത്യം പറയാനാണ് വന്നത്. മറ്റൊരു പ്രണയം ഉണ്ടായിരുന്നു എന്ന്. അച്ഛൻ്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെയാണ് ഇതിന് തയ്യാറായത്. പക്ഷേ ഡോക്ടർ വിലക്കി. എന്തു ചെയ്യും? ഇപ്പോൾ എങ്ങനെയുണ്ട് ദേവേട്ടാ? ബെറ്ററാണ്. ഞാൻ എന്നും വരും. ദേവേട്ടൻ സംസാരിക്കാനാകട്ടെ എന്ന് കരുതി പ്രാർത്ഥനയിലായിരുന്നു. അച്ചമ്മ ഇങ്ങോട്ട് വരാൻ നിർബന്ധം പിടിച്ചതാണ്. ഞാനാണ് വേണ്ട എന്ന് പറഞ്ഞത്. വയസ്സായ ആളല്ലേ? അത് നന്നായി. അച്ഛൻ? അങ്കിൾ വന്നു കണ്ടിരുന്നു. ദേവേട്ടൻ ഉറക്കമായിരുന്നു. പിന്നെയും മൗനം നിറഞ്ഞ നിമിഷങ്ങൾ. ദേവേട്ടാ. പാർവതി പോയിക്കോ. പറയാൻ തുടങ്ങിയത് അവൾ അങ്ങനെ നിർത്തി. പിന്നെ ഒന്നും മിണ്ടാതെ അവൾ ഇറങ്ങി. ഒരു വിശ്വാസത്തോടെ അവൻ കണ്ണുകൾ അടച്ചു. സാറിന് അപർണയെ ഒത്തിരി ഇഷ്ടമായിരുന്നല്ലേ? പിന്നെന്തേ? അല്പം കറി കൂടെ അവളുടെ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തവൻ. പണ്ടെനിക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു ആർദ്ര, എല്ലാ അർത്ഥത്തിലും. പിന്നെ അവളുടെ കല്യാണമാണെന്ന് പറഞ്ഞപ്പോൾ, അതും പറഞ്ഞ് പിരിഞ്ഞപ്പോൾ വേദനിച്ചു പോയി. പിന്നീടാണ് നിന്നെ കണ്ടത്. നിന്നോട് വേറെ ഒരു രീതിയിലും എനിക്കിഷ്ടം തോന്നിയിട്ടില്ല. എൻ്റെ ഫ്രണ്ട് എന്നതിൽ ഉപരി ഒരു സിസ്റ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ എന്തിനാ അന്ന് എങ്ങനെയൊക്കെ ചോദിച്ച്? അത് ചുമ്മാ അവനെ ഒന്ന് ചൂടാക്കാൻ. അവൾ അതിനൊന്ന് ചിരിച്ചു. എന്നിട്ട് അതിനുശേഷമാണ് അപർണ വന്നേ. ഇഷ്ടമെന്നല്ല പറയേണ്ടത്, ജീവനായിരുന്നു. എങ്ങനെ ആ പെണ്ണ് ഇങ്ങനെ ഉള്ളിൽ കയറിപ്പോയതെന്ന് എനിക്കറിയാനാകുന്നില്ല. എന്നിട്ട് പിന്നെ വേറെ ഒരു പെണ്ണിനെയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അന്ന് അവളുടെ അനിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതറിയാതെയാണ് ഞാൻ വിളിച്ചു കൊണ്ടുവന്നത്. കുറച്ചധികം പൈസ വെച്ചത് അവൾ എടുക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. പിന്നെ അവൾ പോയി 2 ദിവസം കഴിഞ്ഞാണ് പഴയ കാമുകി വന്നത്. അവൾ എന്നെ മറക്കാൻ പറ്റില്ലെന്നും എൻ്റെ ചോരയിൽ ഒരു കുഞ്ഞു വേണമെന്നും പറഞ്ഞു. എന്നിട്ട് പറ്റില്ലെന്ന് പറയാനാണ് ആദ്യം തോന്നിയത്. പക്ഷേ കൈവിട്ടുപോയി. പിന്നെ എനിക്ക് അപർണയുടെ മുഖത്ത് നോക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. എങ്ങനെ നോക്കും? ദേവനൊപ്പം മറ്റൊരു പെണ്ണിനെ കാണാൻ കഴിയാത്തത് കൊണ്ടല്ലേ ആർദ്ര അവിടെ നിന്നും പോന്നത്? അവൾ അതേയെന്ന് തലകുലുക്കി. അതുപോലെ ഞാനും മറ്റൊരു പെണ്ണുമായി ബന്ധപ്പെട്ടു എന്നറിഞ്ഞാൽ എൻ്റെ അപ്പു സഹിക്കില്ലടാ. എനിക്കതറിയാം. മരിച്ചു പോകും അവൾ. അത്രയും ഇഷ്ടമാണോ? അത് പോട്ടെ, നിനക്ക് ഈ ഛർദിയൊന്നും തുടങ്ങുന്നില്ലേ? പറഞ്ഞു തീരും മുന്നേ വായ പൊത്തി അവൾ ഓടിയിരുന്നു. ഫസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തളർന്നു അവൾ. കഴുകി വൃത്തിയായി വന്നിരുന്നു. കുടിക്കാൻ കുപ്പിവെള്ളം നീട്ടി. ചോദിക്കണ്ടായിരുന്നോലേ? ഒന്ന് ചിരിച്ചവൾ. ഡോക്ടറെ അടുത്ത് പോണോ? വേണ്ട. പിന്നെ എന്താ വേണ്ടേ? എനിക്ക് മുന്തിരി വേണം. അല്പം പുളിയുള്ളത്. ഇപ്പോൾ മേടിച്ചു തരാം. അവളുടെ കവിളിലൊന്ന് തട്ടിയിട്ട് താക്കോലെടുത്തിറങ്ങി. മണിക്കുട്ടി, അച്ഛാ. അവൾ അങ്ങനെ ഒരു മഞ്ഞ ഉടുപ്പിട്ട് ഓടി വന്നു. അവളുടെ ഫേവറേറ്റ് കളറാണ് യെല്ലോ എന്ന്. അവളുടെ മേൽ പറ്റിയിരുന്ന അഴുക്കും മണ്ണും അവൻ തട്ടിക്കളഞ്ഞു. ലച്ചു. ആദ്യം പതുക്കെയായിരുന്നു എങ്കിലും രണ്ടാമത് തെല്ല് ഉറക്കെ തന്നെയായിരുന്നു അവൻ വിളിച്ചത്. അടുത്തേക്ക് വരുന്ന പാദസര കിലുക്കം കേൾക്കാം. കയ്യിലിരുന്ന ജ്യൂസ് അവന് നേരെ നീട്ടി. നീ കണ്ടില്ലേ മോള് കളിക്കുന്നത്? കൈനീട്ടി വാങ്ങിയിട്ട് മോളുടെ ചുണ്ടോട് ചേർത്ത് അവളൊന്ന് തലയാട്ടി. പിന്നെ എന്താ നോക്കാത്തെ? ആരെയും എടുത്തുകൊണ്ടു പോയാലോ? ചുറ്റും നിന്ന സെക്യൂരിറ്റിയും ഗേറ്റിന് കാവൽക്കാരെയും അവൾ നോക്കി.
ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെയാണ് അവളുടെ ആങ്ങള വന്ന് കുഞ്ഞിനെ കൊണ്ടുപോയത് എന്ന് പറയണമെന്ന് കരുതി. പക്ഷേ പറഞ്ഞില്ല. നിനക്ക് പിന്നെ എന്താടി ഇവിടെ പണി? കണ്ണുകളൊന്ന് നിവർന്നു. അരിശത്തോടെ ഗ്ലാസ് താഴേക്കിട്ടു. ഒരു 100 കഷ്ണങ്ങളായി അതങ്ങനെ ചിതറി വീണു. സുജേ! അവൻ്റെ നീട്ടിയുള്ള വിളിക്ക് കയ്യിൽ ചൂലുമായി ഒരു സ്ത്രീ വന്നു. വേഗം ക്ലീൻ ചെയ്യേ. ശരി സാർ. മോളെയും കൊണ്ട് മുറിയിലേക്ക് പോകുമ്പോഴായിരുന്നു അവൾ വലിയ കുപ്പിച്ചുള്ളുകൾ പറക്കിയെടുക്കുന്നത് കണ്ടത്. എന്തേലും പറയും മുന്നേ അരികു കൊണ്ട് കൈയൊന്ന് വരിഞ്ഞു. ലച്ചു! വിളിയോടെ പാഞ്ഞെടുത്തവനെ കണ്ട് അവളൊന്ന് ഞെട്ടി. നിന്നോടാണോ ഇയാൾ ക്ലീൻ ചെയ്യാൻ പറഞ്ഞത്? അവൾ തല കുനിച്ചു. വാ എൻ്റെ കൂടെ. അവനെ ഒന്ന് നോക്കിയിട്ട് കൂടെ പോയവൾ. മോൾക്ക് കളിക്കാൻ കളിപ്പാട്ടങ്ങൾ എടുത്തു നൽകി ലച്ചുവിൻ്റെ മുറിയിൽ മരുന്ന് വെച്ച് കെട്ടി. മരുന്ന് തേക്കുമ്പോൾ അത്രയും അവൾ വിറച്ചിരുന്നു. നീ വേദനിക്കുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ വേദനിപ്പിക്കുന്നത് ഞാനായിരിക്കണം. കണ്ണുകൾ പോലും ഉയർത്തി നോക്കിയില്ല. അവനോട് പറയാൻ 1000 വാക്കുകൾ ഉള്ളിൽ കിടന്ന് തിളച്ചു മറിയുന്നുണ്ട്. ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. അവളൊന്ന് ഞെട്ടി. ഇനി എവിടെയാണ് വേദന? വേദന വേദന ഒരിടത്തുമില്ലേ? ഉണ്ട്. പക്ഷേ ഇങ്ങനെയൊരു വേദന. അടുത്ത നിമിഷം അവൻ്റെ കയ്യിലെ സിഗരറ്റ് ആ കയ്യിൽ ആഞ്ഞമർത്തി. അവൾ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് പോയിരുന്നു. അടുത്ത നിമിഷം ആ ചുണ്ടുകൾ കവർന്നുകൊണ്ട് അവൾക്ക് മീതേക്ക് അമർന്നു.